Students, financial accounting second part revision series अथवा important question and answer series second part ആണിത്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് second question ആണ്. അപ്പോൾ second question ചോദിച്ചിരിക്കുന്നത് what are the different categories in which the accounting transactions can be classified? എന്ത് different categories ആയിട്ട് എങ്ങനെയാണ് accounting transactions തരംതിരിക്കുന്നത്? അതുപോലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യണം, 10 എന്ന രീതിയിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ 10 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ദി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് 10 മാർക്കിന് റെക്കോർഡ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്ന് റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഇത്തിരിയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം പോകുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എന്താണോ കാര്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെവറൽ കാറ്റഗറീസ്. അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിന് സെവറൽ കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ ആൻഡ് ഇമ്പാക്ട് ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ നേച്ചറും അതിനെ ഇമ്പാക്ട് ചെയ്തതിനനുസരിച്ചാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, കാറ്റഗറി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി കാറ്റഗറീസ് ആണ് അടിയിൽ തന്നിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് അസറ്റ്. അപ്പോൾ മെയിൻ അസറ്റ് എന്താണ്? അസറ്റ് എന്ന് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഓൺ ചെയ്യുന്ന റിസോഴ്സസ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഒരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് ഓൺ ചെയ്യുന്ന ആ റിസോഴ്സസിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അസറ്റിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ അസറ്റ് എന്ത് ചെയ്യുന്നു, പിന്നീട് സെയിൽ ചെയ്യുന്നു. അതുപോലെ ആ അസറ്റിന് ഡിപ്രിസിയേഷൻ വരൂലേ, കാലക്രമേണ എന്ത് പറ്റും, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് ഡിപ്രിസിയേഷൻ നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് ട്രാൻസാക്ഷൻ ആയിട്ട് വരുന്നത്. ഇനി അസറ്റിന്റെ എക്സാമ്പിൾ എന്തെല്ലാമാണ്? ക്യാഷ് മെയിൻ എക്സാമ്പിൾ ആണല്ലേ, ക്യാഷ് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതുപോലെ അക്കൗണ്ട് റിസീവബിൾസ്, നമുക്ക് കുറച്ച് ക്യാഷ് എന്താണ് കിട്ടാനുണ്ട്. അതുപോലെ ഇൻവെന്ററി, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടിരിക്കുന്ന മെറ്റീരിയൽസ്, നമ്മുടെ കയ്യിൽ കമ്പനിയിൽ എന്തുണ്ട്, മിഷനറി ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, അസറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലയബിലിറ്റീസ്. അസറ്റ് എന്താണ് മനസ്സിലാക്കി. ഇനി ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ബാധ്യത. മലയാളത്തിൽ എന്ത് പറയാം, ബാധ്യത എന്ന് പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസറ്റ് എന്ന് പറയുന്നത് എന്താ, റിപ്രസെന്റ് ഒബ്ലിഗേഷൻ. ഇതാണ് മെയിൻ. അതായത് ഓർ ഡെപ്റ്റ് ദാറ്റ് ബിസിനസ് ഓഫ് ടു എക്സ്റ്റേണൽ പാർട്ടീസ്. ഓക്കെ, ഈ ലൈനെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതായത് ഒന്നുമില്ല, കുറച്ച് കടമുണ്ട്, ഇതെന്ത് ചെയ്യുന്നു, ബിസിനസ്സിന് കുറച്ച് കടമുണ്ട്, ഇത് എക്സ്റ്റേണൽ പുറത്തുള്ള പാർട്ടീസിന് കാശ് അങ്ങാട് കൊടുക്കാനുണ്ട്, ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ ലയബിലിറ്റി എന്ന് പറയാൻ സാധിക്കും. ദിസ് ട്രാൻസാക്ഷൻ ഇൻവോൾവ് ദാറ്റ് എമൗണ്ട് നീഡ് ടു ബി പെയ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. ഇതെന്ത് ചെയ്യാനുള്ളതാണ്, ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലോൺ, അല്ലെ. അതുപോലെ അക്കൗണ്ട് പേയബിൾ, നമുക്ക് എന്താ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കാനില്ലേ. അതുപോലെ അക്രൂഡ് എക്സ്പെൻസ്, എന്താണ്, ഇപ്പൊ റെന്റ് പേ ചെയ്യാറായി ഉണ്ടാവും, നമ്മളത് കൊടുക്കണ്ടേ. അതുപോലെ ലോങ് ടേം ഡെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റിയിലോട്ട് വരാം. ഇക്വിറ്റി റിപ്രസെന്റ് ദി ഓണേഴ്സ് ഇൻട്രസ്റ്റ് ഓർ സ്റ്റേക്ക് ഇൻ ദി ബിസിനസ്. അതായത് ഒന്നുമില്ല, ഇക്വിറ്റി എന്ന് പറയുന്നത് ഈ ഓണേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഓർ സ്റ്റേക്ക് ഇൻ ദ ബിസിനസ്. അതായത് ഇക്വിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യും, നമുക്ക് എന്താ ഫണ്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ റൈസ് ചെയ്യുന്ന ഷെയറുകൾക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു 10,000 ഷെയർ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ 10,000 ഷെയറും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് നമുക്ക് കമ്പനിയിലോട്ട് എന്ത് തരും, ക്യാഷ് തരും, അല്ലെ. ഈ ക്യാഷിന് പകരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഡിവിഡൻഡ് കൊടുക്കും, അവർക്കൊരു ലാഭവിഹിതം കൊടുക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെക്കാം. അതായത് കമ്പനിന് ക്യാഷിന് ആവശ്യം വരുമ്പോൾ പബ്ലിക്കിലോട്ട് എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യും.
ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു 10,000 നമ്പർ ഓഫ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത് എന്ന് കരുതുക. ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. അങ്ങനെ ഈ കമ്പനീന് ടോട്ടൽ എത്ര കിട്ടും? 10,000 ഷെയർസ് ഉണ്ട്, ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപ, 1,00,000 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 1,00,000 രൂപ ആര് തരും? പബ്ലിക് കമ്പനിക്ക് ടോട്ടലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഈ 1,00,000-ന് ഇങ്ങനെ ടോട്ടൽ എല്ലാ 10,000 ഷെയർസ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുമ്പോൾ പബ്ലിക് നമുക്ക് തിരിച്ച് എന്ത് തരും? ക്യാഷ് തരും. ഇതിന് പകരമായിട്ട് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കണ്ടേ? അതിനെ പറയണതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കണം. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നതും നമ്മൾ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഇക്വിറ്റിയിലാണ് വരുന്നത്. ഇക്വിറ്റി ഇൻക്ലൂഡ് ഷെയർ, ഡിവിഡൻഡ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അതുപോലെ എന്താ റീറ്റെയിൻഡ് ഏർണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? FM പോലുള്ള സബ്ജക്റ്റുകളിൽ പഠിക്കും. ഓക്കെ, ഇനി അടുത്തത് റവന്യൂ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വരുന്ന ഇൻകം, അതായത് ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം, ബിസിനസ് ഓപ്പറേഷൻസിലെ, അതായത് ഇൻകം ഏൺഡ് ബൈ ബിസിനസ് ഫ്രം ഇറ്റ്സ് ഓപ്പറേഷൻസ്. അത് എന്തായി ആകാം? ഗുഡ്സ് ഓർ സർവീസ്, ഒന്നെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ആകാം സെയിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിൽസ് റവന്യൂ. അതുപോലെ നമുക്ക് എന്താണ്? നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, റെന്റൽ ഇൻകം കിട്ടുന്നുണ്ട്, ഇതിനൊക്കെ റവന്യൂ എന്ന് പറയാം. ഇനി എന്താണ് എക്സ്പെൻസ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്, ഇൻക്ലൂഡഡ് ബൈ ബിസിനസ് ഇൻ ജനറേറ്റിംഗ് റവന്യൂ. നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് വരില്ലേ? ഫോർ എക്സാമ്പിൾ, നമുക്ക് ബിസിനസ്സിലോട്ട് എന്ത് വേണം? നമ്മൾ ഒരു പപ്പടം ഉണ്ടാക്കുന്ന ബിസിനസ് ആണ് നടത്തുന്നത് എന്ന് കരുതുക. ഓക്കെ, ഒരു പപ്പടം ഉണ്ടാക്കുന്ന ബിസിനസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഈ ബിസിനസ്സിലോട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? പപ്പടം ഉണ്ടാക്കുന്ന മെഷീനറി വേണ്ടി വരും. ഈ മെഷീനറിന് എല്ലാ വർഷവും നമുക്ക് എന്ത് വരും? ഡിപ്രിസിയേഷൻ വരും. ഇതെന്താ? എക്സ്പെൻസ് അല്ലേ? ഈ എക്സ്പെൻസ് എങ്ങനെയാണ് വന്നത്? നമുക്ക് ഈ പപ്പടം ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ തുടങ്ങിയ ബിസിനസ്സിൽ നിന്ന് ആ ലാഭത്തിന് വേണ്ടി തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? എന്തെങ്കിലും ഒരു കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളൊന്നും കാര്യമില്ല, ജസ്റ്റ് എന്നാലും ഡീറ്റെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ബിസിനസ്? അപ്പൊ ഈ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കാരണം നമ്മുടെ എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലാഭം എന്താണ്? കുറയും. ദിസ് ട്രാൻസാക്ഷൻസ് റെഡ്യൂസ് ദ ബിസിനസ് പ്രോഫിറ്റ്. എന്തൊക്കെയാണ്? സാലറി, എംപ്ലോയീസ് ഉണ്ടാവില്ലേ ബിസിനസ്സിൽ? നമ്മുടെ കമ്പനിയിൽ എന്താണ്? എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് സാലറി കൊടുക്കണം. അതുപോലെ റെന്റ് കൊടുക്കണം. നമ്മുടെ ഫാക്ടറി ഉണ്ടാവില്ലേ? ബിസിനസ്സിന് ഒരു ഫാക്ടറി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഉണ്ടാവില്ലേ, അതിന് റെന്റ് കൊടുക്കണം. അതുപോലെ യൂട്ടിലിറ്റീസ്, ഈ ഫാക്ടറിന് എന്താണ്? കറണ്ട് ബില്ല്, അങ്ങനെയുള്ള ചെലവുകൾ കൊടുക്കണം. അതുപോലെ നമ്മുടെ മെഷീനറീസിന് ഡിപ്രിസിയേഷൻ വരും. അതുപോലെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്താണ്? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരും. ഇനി ഗെയിൻ ആൻഡ് ലോസ് എന്താണെന്ന് നമുക്കറിയാലോ. ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം, ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമ്മൾ രണ്ടാമതിലോട്ട് വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂള് എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഒന്നുകിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ ഇൻ അക്കൗണ്ടിങ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താ? ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ഒരു എൻട്രിക്ക് എന്താണ്? ഡബിൾ എൻട്രി ഉണ്ടാവും. നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. എവറി ട്രാൻസാക്ഷൻസ്, എന്താണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്? എവറി ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷൻസും രണ്ട് സൈഡ്സ് ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ഒന്ന് ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും. ഇതിനെയാണ് എന്ത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മെഷീനറി സെയിൽ ചെയ്യുന്നു. സെയിൽ മെഷീനറി, ഒരു മെഷീനറി നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി ഇടും? മെഷീനറി സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അപ്പോൾ ക്യാഷ് എന്നോ ബാങ്ക് എന്നോ എങ്ങനെയുള്ള എഴുതാം? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക.
ഇവിടെ എന്തുണ്ട്, ഡെബിറ്റ് എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ട്, അതാണ് ബാങ്ക് സൈഡ്. ഇവിടെ എന്തുണ്ട്, ക്രെഡിറ്റ് എന്ന് പറയുന്ന മിഷനറി സൈഡ് ഉണ്ട്. ഇവിടെ രണ്ട് എൻട്രി വന്നില്ലേ, രണ്ട് സൈഡ് വന്നില്ലേ, ഇതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The sum of debit always equals the sum of credit to the keep accounting. Okay, ഇവിടെ പറയുന്നുണ്ട് the sum of debit must equal the sum of credit. അതായത് നമ്മൾ ഇവിടെ മിഷനറി സെയിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് 10,000 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് എന്താ 10,000 രൂപ ബാങ്കിലോട്ട് കിട്ടി. അതുപോലെ എന്താ 10,000 രൂപ മിഷനറി, 10,000 രൂപയുള്ള മിഷനറി കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്, ഡെബിറ്റിന്റെ വാല്യൂവും ക്രെഡിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ അപ്പൊ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ആണ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. അസറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി, അതായത് എന്താ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് റൂൾസ് ആണ്. റൂൾസ് ഉണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് ഉണ്ട് അക്കൗണ്ട് പ്രകാരം. ഓക്കെ, അത് ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് റൂൾസ് ഉള്ളത്. ഒന്ന് അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച് അഥവാ മോഡേൺ അപ്രോച്ച് എന്ന് പറയും, പിന്നെ ഗോൾഡൻ റൂൾ അപ്രോച്ച് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഏതാ പറയണത്, അസറ്റ് അക്കൗണ്ടിന്റെ കാര്യമാണ് പറയണത്. അത് ഞാൻ എഴുതി, അതായത് ഒന്ന് എന്താണ് അസറ്റ്, ഇവിടെ ഞാൻ ഡെബിറ്റ് ക്രെഡിറ്റ്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും അല്ലെ. ഇനി അസറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മേളിലോട്ടുള്ള ആരോ എന്ന് പറയുന്നത് ഇൻക്രീസ് എന്നും അടിയിലോട്ടുള്ള ആരോ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറയുന്നു, അതായത് ഡിക്രീസ് എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസറ്റ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നു, അസറ്റ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് അക്കൗണ്ട് ഇക്വേഷൻ അപ്രോച്ച് അസറ്റ് പ്രകാരം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താ പറയണത്, അപ്പോൾ ഇവിടെ പറയുന്നത് അസറ്റ് അക്കൗണ്ട് ആണ് ഒന്നാമത്തത്. ഇതിലെന്താ, അസറ്റ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇനി അസറ്റ് കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഇതല്ലേ ഇവിടെ എഴുതിയത്. അസറ്റ് കൂടിയ സമയത്ത് എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അസറ്റ് കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ലയബിലിറ്റി അക്കൗണ്ട്. നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം, ലയബിലിറ്റി അക്കൗണ്ട്. അസറ്റ് ലയബിലിറ്റി എന്ന് എഴുതാനും മതി, അക്കൗണ്ട് ആണോന്നില്ല. അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാരണം ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മേളിലോട്ടാണ്, കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി ആ ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലയബിലിറ്റി കുറഞ്ഞു, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി തിയറി ഒന്ന് നോക്കിയാലോ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, ലയബിലിറ്റി കൂടി, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, അതായത് നമ്മുടെ കമ്പനിയുടെ ബിസിനസിന്റെ ബാധ്യത കൂടിയപ്പോൾ ഇവർ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഇനി ബിസിനസിന്റെ ലയബിലിറ്റി എന്താണ്, ലയബിലിറ്റി എന്തായി, കുറഞ്ഞപ്പോ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇതല്ലേ നമ്മൾ ചെയ്തത്, ബിസിനസിന്റെ ലയബിലിറ്റി കുറഞ്ഞപ്പോ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ബിസിനസിന്റെ ലയബിലിറ്റി കൂടിയപ്പോ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ഇതിനടുത്ത് ഞാൻ താഴത്തോട്ടിട്ടു, ചെറിയൊരു സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് എന്ന്. ഓക്കെ,
എടാ അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. വെൻ എ ഈ എക്സാമ്പിൾ എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട് എക്സാമ്പിൾ വായിക്കാൻ പറ്റുന്നതാണ്. വെൻ എ കമ്പനി പർച്ചേസ് മെഷീനറി ഫോർ ക്യാഷ്. ഓക്കെ, നമ്മൾ സെയിലാണ് പറഞ്ഞത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത് ഒരു മെഷീനറി പർച്ചേസ് ആണ് ചെയ്യുന്നത്. ആ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരുന്നത് പറയൂ. ആ മെഷീനറി നമ്മൾ പർച്ചേസ് ആണ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് അല്ലേ വരുന്നത്. സോ ആ മെഷീനറി എന്ന് പറയുന്ന അസറ്റ് കൂടി എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പം മെഷീനറിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ഈ മെഷീനറി വാങ്ങുമ്പോൾ ഞാൻ ഇതിന് പകരമായിട്ട് കടക്കാരന് കൊടുക്കണം, ക്യാഷ് കൊടുക്കണം. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയല്ലേ, ആ കുറഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, കാരണം എന്താ, അസറ്റ് കൂടി, അതല്ല ഇവിടെ ചെയ്തേക്കണത്. ഇനി ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു, കാരണം എന്താ, കുറഞ്ഞു. ഇത് തന്നെയല്ലേ ഞാനും എഴുതിയത്. സോ ആൻസർ കറക്റ്റ്. ഇനി ലയബിലിറ്റി അക്കൗണ്ടും കൂടി നമുക്ക് എക്സാമ്പിൾ നോക്കാം. കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു ലോൺ ടേക്ക് ചെയ്യുന്നു. കമ്പനി ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. ലോൺ എടുത്ത സമയത്ത് നമുക്ക് എന്താണ് സംഭവിച്ചത്, നമുക്കറിയാം ലോൺ എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ് ബിസിനസ്സിന്, അല്ലെങ്കിൽ ബിസിനസ്സിന് ലോൺ എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ്. അപ്പോൾ ആ ലോണ് എടുത്തപ്പോൾ നമ്മുടെ ലയബിലിറ്റി കൂടി. ലയബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്ന് നോക്കിയാൽ ലയബിലിറ്റി കൂടുമ്പോൾ ആരും ഇതല്ലേ, ലയബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലയബിലിറ്റി കൂടിയില്ലേ, ലോൺ എടുത്തു, അപ്പോൾ ലോണിനെ ക്രെഡിറ്റ് ചെയ്തു ടു ലോൺ. ഇനി ഡെബിറ്റ് എന്ത് ചെയ്യും, ഡെബിറ്റ് നമ്മൾ എന്തിനാണ് ലോൺ എടുത്തത്, ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ക്യാഷ് വന്നിട്ടുണ്ടാവില്ലേ, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോൺ. ഇത് എന്താണ് ഞാൻ ചെയ്തത്, ഈ ലോണിനെ എന്തിന് ഞാൻ ക്രെഡിറ്റ് ചെയ്തു, എൻ്റെ ലയബിലിറ്റി കൂടി. ക്യാഷിനെ ഞാൻ ലോൺ എടുത്തത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി. സോ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. ഇവിടെ നോക്കാം എന്താ എഴുതിയത്, ബാങ്ക് ലോൺ അക്കൗണ്ട് എന്ന് പറയുന്നത്, അതായത് ലോൺ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കൂടിയപ്പോൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഇനി ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അസറ്റ് ആണ്, അസറ്റ് കൂടിയപ്പോൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. സോ അത് രണ്ടും ഓക്കെയാണ്. ഇവിടെ ഇക്വിറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇക്വിറ്റി അക്കൗണ്ടിന്റെ വേറൊരു പേരാണ് എന്ത്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണം എഴുതാൻ നോ ഇഷ്യൂസ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുതാം അല്ലെ. അപ്പോൾ മൂന്നാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതിന്റെ കാരണം എന്താണ്, കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു കുറച്ച് ഫണ്ട് എന്ത് ചെയ്യും, ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. കുറച്ച് ഫണ്ട്, ആ ഫണ്ട് നമ്മൾ നേരെ മാറ്റി വെക്കുന്നത് എവിടെയാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. സോ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഫണ്ട് എന്ന് പറയുന്നത് ബിസിനസ്സിന് ഒരു ലയബിലിറ്റി ആണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം, ബിസിനസ് ഓണേഴ്സിന് ഈ ഫണ്ട് തിരികെ നൽകണം. അപ്പോൾ അത്ര നാൾ ഈ ഫണ്ട് കീപ്പ് ചെയ്യുമ്പോൾ അതൊരു ബാധ്യതയായിട്ട് ബിസിനസ്സിന് അവിടെ നിൽക്കുന്നു. കാരണം അത് ബിസിനസിന്റെ ഓൺ മണി അല്ലല്ലോ, അതിന്റെ ഓണേഴ്സിന് അത് കുറച്ച് ആളെന്ന് തിരിച്ചു കൊടുക്കില്ലേ, അങ്ങനെയാണ് ബിസിനസ് കരുതുന്നത്. സോ ആ കേസിൽ എന്താണ്, ക്യാപിറ്റൽ കൂടുന്നു. അതായത് നിങ്ങൾ ഇപ്പോൾ ബിസിനസ്സിലോട്ട് ഒരു 10 ലക്ഷം ഇട്ടു, അപ്പോൾ എന്താ, ബിസിനസിന്റെ ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. ആ ടൈമിൽ എന്താ, നമ്മൾ ലൈബിലിറ്റി പോലെ വേണം ചിന്തിക്കാൻ, ബിസിനസ്സിന് ഒരു ബാധ്യത പോലെ വേണം ചിന്തിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എക്സ് ലിമിറ്റഡ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. എസ് ലിമിറ്റഡ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, 10 ലക്ഷം രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി വരുന്നത് എന്താ, ബിസിനസ്സിലോട്ട് ക്യാഷ് വന്നു. എക്സ് ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്തു, ക്യാഷ് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻട്രി ഇടാറ്. കാരണം എന്താണ്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി കൂടിയില്ലേ. ഈ 10 ലക്ഷം എന്ത് ചെയ്യണം, ബിസിനസ് ഓണേഴ്സിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റിട്ടേൺ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ കൂടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കുറയുമ്പോഴോ
ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതല്ലേ ഇവിടെ എഴുതിയത്. നോക്കുക, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇനി ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തപ്പോൾ, അതായത് ഇക്വിറ്റി ഡിക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റലും ഇക്വിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെൻ എ കമ്പനി ഇഷ്യൂ, ഒരു എക്സാമ്പിൾ അടിയിലുണ്ട്. കമ്പനി എന്ത് ചെയ്യുന്നു? ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് വരും? ഞാൻ നേരത്തെ പറഞ്ഞു, ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക് നമുക്ക് ക്യാഷ് തന്ന് അത് സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾക്ക് അറിയണ കാര്യമല്ലേ ഷെയർ ഒക്കെ വാങ്ങുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ? ക്യാഷ് നമുക്ക് ബിസിനസ്സിലോട്ട് വരും. അപ്പോൾ അസറ്റ് കൂടിയില്ല. അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പക്ഷെ എന്താ? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വിറ്റി കൂടി. ഷെയർ ക്യാപിറ്റൽ കണ്ടോ, ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വിറ്റി കൂടി. ആ ടൈമിൽ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിന്റെ മറ്റൊരു പേരെന്താണ്? നിങ്ങൾ ചിലപ്പോൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചത് എന്തായിരിക്കും? ഇതിനാ സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും സെയിൽസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ എഴുതാല. ഞാൻ റവന്യൂ എന്നൊന്നും എഴുതാനുള്ള, സെയിൽസ് എന്ന് എഴുതാണ്. രണ്ട് സെയിം തന്നെയാണ്. സെയിൽസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇനി സെയിൽസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? സോറിടാ, ഇൻകം എന്നോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേരിലും പറയാം. നിങ്ങൾ ഇനി പറയാൻ പോണ പേര് നോക്കിയാൽ മതി, ഇൻകം. ഓക്കെ, ഇൻകം കൂടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. ഇൻകം കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് എന്ന് നോർമലി പറയാറില്ല. ഓക്കെ, അത് പെട്ടെന്ന് പറഞ്ഞാൽ മാറിപ്പോയതാണ്. സെയിൽസ് എന്ന് പറയാറില്ല. ഇൻകം എന്നാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എന്താണ്? റവന്യൂ അക്കൗണ്ട് അല്ല, ഇൻകം അക്കൗണ്ട്. അപ്പോൾ ഇൻകം കൂടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ റവന്യൂ ക്രെഡിറ്റ് ചെയ്യുക. ഇനി റവന്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യാം. അത് നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞു. എടാ, അപ്പോൾ ഒരു ചെറിയൊരു കോൾ വന്നു, അപ്പോൾ ചെറിയൊരു ലാഗ് വന്നു. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഒന്നും കൂടി പറയാം. ഓക്കെ, അപ്പോൾ ഇൻകം നമ്മൾ പറഞ്ഞില്ല, ഇനി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇനി എക്സ്പെൻസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ്പെൻസ് ഇൻക്രീസ് ആയപ്പോൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. എക്സ്പെൻസ് ഡിക്രീസ് ആയത്, അതായത് എക്സ്പെൻസ് കുറഞ്ഞു, ആ സമയത്ത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ വായിക്കുന്നില്ല, സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഗെയിൻ ആൻഡ് ലോസ് അക്കൗണ്ട്. ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? എന്തിനും ഒരു മെഷീൻ കാര്യങ്ങളൊക്കെ വിറ്റപ്പോൾ ചിലപ്പോൾ എന്താ? എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടാവും. ആ ലാഭത്തിന് നമുക്ക് എന്താ? ഗെയിൻ എന്ന് പറയാം. ജസ്റ്റ് എക്സാമ്പിൾ ആണ്, പല രീതിയിൽ നമുക്ക് ഗെയിൻ വരാം. സോ ഗെയിൻ എന്ന് പറയുന്നത് ഒരു ഇൻകം അല്ലേ? ഗെയിൻ എന്ന് പറഞ്ഞ ഒരു ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ എന്ത് ചെയ്തു? ഗെയിൻ ഇൻക്രീസ് ഇൻ ഗെയിൻ ആയപ്പോൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. സോ നമ്മുടെ റൂൾ എന്താ? പക്കായല്ലേ? ഇനി ഇൻകം കുറഞ്ഞു അടിയിലോട്ടാണ് ആരോ. നോക്കുക, ഇൻകത്തിന്റെ നോക്കിയടാ, ആരോ അടിയിലോട്ടല്ലേ ആരോ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എവിടെയാ? ഇൻകം ഗെയിൻ ഡിക്രീസ് ആയി, ഡെബിറ്റ് ചെയ്തു. സെറ്റ് അല്ലേ? ഇനി ലോസ് എന്ന് പറഞ്ഞാൽ എന്താടാ? എക്സ്പെൻസ് അല്ലേ? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം ഉണ്ടായാൽ എന്താ? അതൊരു ബിസിനസ്സിന് ഒരു ചെലവല്ലേ? അതൊരു നഷ്ടമല്ലേ? ആ നഷ്ടം ഉണ്ടായാൽ എന്താ? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മ പറഞ്ഞു ഫസ്റ്റ് അല്ല, ഇപ്പൊ കുറച്ചും പറഞ്ഞോളൂ. എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ലോസ് എക്സ്പെൻസ് ആണെങ്കിൽ ലോസ് കൂടിയാൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ലോസ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്ന 6 റൂളുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിൽ 5 ഞാൻ ഇവിടെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞു. അതെ, ഇവിടെ ഞാൻ സമ്മറൈസ് ചെയ്തു. അവിടെ 6 ഉണ്ട്, ഇവിടെ ഇതുണ്ട്. കാരണം എന്താ, അവിടെ ഗെയിൻ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഇൻകമും എക്സ്പെൻസും സെയിം റൂള് തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ സെൻസിൽ അത് മനസ്സിലാക്കിയാൽ മതി. മേളിലോട്ട് ആരോ ഇട്ടേക്കണത് ഇൻക്രീസും, അടിയിലോട്ട് ഇട്ടേക്കണത് എന്താ ഡിക്രീസുമാണ്. ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇൻകം കൂടുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ഇനി ഡെബിറ്റ്, അതായത് ഇൻകം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഇവിടെ 2 സെയിം ആയിട്ട് വരുന്ന ഐറ്റംസ് ഉണ്ട്, അതിനെ നമുക്ക് ഒന്നിച്ചാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്യാപ്പ് ഇട്ട് പക്ഷെ മറന്നുപോയി. ഓക്കെ, നമ്പർ നോക്കണ്ട. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് നോക്കിയേ, എക്സ്പെൻസ് കൂടിയ സമയത്ത് ഡെബിറ്റ് ചെയ്തു, എക്സ്പെൻസ് കുറഞ്ഞ സമയത്ത് ക്രെഡിറ്റ് ചെയ്തു. അസറ്റ് കൂടിയ സമയത്ത് ഡെബിറ്റ് ചെയ്തു, ക്രെഡിറ്റ് കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഈ 2 സെയിം രീതിയിലാണ് വരുന്നത്. ബാക്കി 3 എന്താ, സെയിം രീതിയിലുമാണ്. അതുകൊണ്ട് ഇതിനെ സെയിം ആക്കിയാൽ പഠിക്കാൻ ഇത്രയും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം സാധനമാണ്, ഈ സെയിം സാധനമില്ലേ, ഇത് തന്നെയാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തേക്കണത്, ഒരു ടേബിൾ പോലെ എഴുതിയേക്കണത്. നിങ്ങൾ ഇത് ജസ്റ്റ് വായിച്ചു നോക്കാം, മറ്റേത് നോക്കി മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഇത്രയുമാണ് ഉദ്ദേശിച്ചത്. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജേണൽ എൻട്രീസ് റെക്ടിഫൈ ചെയ്യാനാണ്. റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം, റെക്ടിഫിക്കേഷൻ ഓഫ് ഇറർ എന്ന് പറയുന്ന ചാപ്റ്റർ അറിയണം. അപ്പോൾ എന്റെ ചോദ്യം, നിങ്ങൾക്ക് ഇത് അറിയോ ഇല്ലയോ എന്നതാണ്. ഓക്കെ, ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാണിച്ചേക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്യാം. ഇത് ബാക്കി ക്വസ്റ്റ്യൻ 5 to 10. ഇനി ഇതിന്റെ ആൻസേഴ്സ് അതും കാണിച്ചേക്കാം. ഇത് ആൻസേഴ്സ് ആണ് കേട്ടോ. സ്ക്രീൻഷോട്ട് ഓരോന്നായിട്ട് എടുത്തു പോയാൽ മതി. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷെ റെക്ടിഫിക്കേഷൻ അറിയണതിന് മുമ്പ് നിങ്ങൾക്ക് എന്തറിയണം, ജേണൽ എൻട്രീസ് അറിയണം. ജേണൽ എൻട്രീസ് അറിയണം. എന്നാലാണ്, ഇത് അറിയുന്നവർക്കാണെങ്കിൽ ഈ സാധനമൊക്കെ എന്താ, നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ഇത് സിമ്പിൾ ആണ് അല്ലെ, ഇതറിയാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ, ഇത് അറിയില്ല. ഇനി എന്റെ സപ്പോർട്ടോട് കൂടി ഈ ചാനലിൽ ഇതിന്റെ ജേണൽ എൻട്രീസിന്റെ ബേസ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, വേണോ വേണ്ടേന്ന്. അതിനനുസരിച്ചായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ.